ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. നല്ല KFC ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇഷ്ടമില്ലാത്തവർ വളരെ കുറവായിരിക്കും. പക്ഷേ ചിക്കനും മുട്ടയും ഒന്നും ചേർക്കാതെ KFC സ്റ്റൈലിൽ നല്ലൊരു ബ്രെഡ് സ്നാക്ക് ആയല്ലോ. സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട കാര്യമാണ് ഇതുപോലെ കുറച്ച് ബ്രെഡ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. വലിയ ബ്രെഡാണെങ്കിലും ചെറിയ ബ്രെഡാണെങ്കിലും ഒന്നും ഒരു പ്രശ്നവുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ വീറ്റ് ബ്രെഡ് ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്രെഡ് പീസ് എല്ലാം ചെറിയ ചെറിയ കുട്ടി കുട്ടി പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ ബ്രെഡ് പീസ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഇതുപോലെ നമ്മളൊന്ന് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് വെച്ചിട്ട് ഒന്ന് കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്താൽ മതിയാവും, കട്ട് ചെയ്ത് എടുത്താൽ മതിയാവും. ഈ ഒരു അളവിൽ നമുക്ക് ഇഷ്ടമുള്ള അളവിന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് മാറ്റിയേ ഉള്ളൂ. ഇതിൻ്റെ സൈഡിലുള്ള ആ ബ്രൗൺ കളറൊന്നും കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്ന സമയം വരെയും നമ്മളിതൊന്ന് ഫ്രീസറിൽ വെക്കാം. അപ്പോഴത്തേക്കും ഈ ബ്രെഡ് എല്ലാം ചെറുതായിട്ട് ഇങ്ങനെ ഹാർഡായി തുടങ്ങും. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീസറിലേക്ക് മാറ്റുന്നത്. ഫ്രീസറിലേക്ക് മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നല്ല കട്ടിയില്ലാത്ത നല്ല തീരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ഒന്ന് തണുപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ഇച്ചിരി കട്ടിയായിട്ട് കിട്ടും. നമ്മുടെ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അളവിൽ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ബാറ്റർ വേണോ അതിനനുസരിച്ചിട്ട് മാത്രം മൈദാമാവിൻ്റെ അളവ് എടുത്താൽ മതിയാവും. ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് മസാലകളും കൂടി ആവശ്യമായിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. കൂടെ തന്നെ പിന്നെ ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതും കൂടിയാണ്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. കുരുമുളക് പൊടിയുടെ അളവ് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഗരം മസാല ഒന്ന് ചേർത്തേക്കണം, ഒരുപാട് കൂടി പോവണ്ട. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം മാത്രം ഉപ്പും കൂടിയാണ്. ഉപ്പ് ഒരുപാടാകാൻ വേണ്ടി നിൽക്കണ്ട, കാരണം വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ബാറ്ററി കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കൈവച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഒരു ബാറ്റർ പോലെ തിക്കായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കണം. നമ്മുടെ ബാറ്റർ എല്ലാം ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്രയും കട്ടിക്ക് തന്നെ ബാറ്റർ ഉണ്ടായിരിക്കണം. ഇതിൽ നിന്നും കുറച്ചും കൂടി വെള്ളം കൂടിപ്പോയിട്ട് കുറച്ച് ലൂസായിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്രെഡെല്ലാം നമ്മൾ ഇതുപോലെ ഇതിൽ മിക്സ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ ലൈറ്റായിട്ടുള്ള ലെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടുതൽ ടേസ്റ്റും ബ്രെഡിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കട്ടിക്ക് തന്നെ ഈ മസാലക്കൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ബ്രെഡിൽ നല്ലതുപോലെ കോട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെവലിൽ നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കുന്നത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ ബ്രെഡൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം. ഒരല്പസമയം ഫ്രിഡ്ജിലേക്ക് മാറ്റിയ നമ്മുടെ ബ്രെഡെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഇതെല്ലാം ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് കുറച്ച് ബ്രെഡ് ക്രംസും കൂടി. ബ്രെഡ് ക്രംസ് വന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത ആ സെയിം ബ്രെഡ് തന്നെ ഞാനൊന്ന് കൈവച്ചിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടി നിൽക്കരുത്. എന്നിട്ട് ചെറുതായിട്ട് ഒരു ഫ്രൈങ് പാനിലിട്ടൊന്ന് വറുത്തെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും. അതല്ലാതെ പൊടിയായിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെഡിൻ്റെ ഓരോ പീസായിട്ട് എടുക്കാം. ഞാനിപ്പോൾ 2 പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. 1 പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ 2 പീസായിട്ട് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി വലുതായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നേരെ നമ്മുടെ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യാം. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലൊന്നും ആകാതെ ഫ്രഷ് ആയിട്ട് കിട്ടിക്കോളൂ. അപ്പോൾ ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ നന്നായിട്ട് ഇത് കോട്ട് ചെയ്ത് കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് വെച്ചിട്ട് പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഞാനിപ്പോൾ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കായിരിക്കും നമുക്കിത് കിട്ടുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു ബ്രെഡ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 ബ്രെഡ് വെച്ചും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡ് പീസൊക്കെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ബ്രെഡെല്ലാം ഒന്ന് റോൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ വെച്ചിട്ടുണ്ട്.
ഒരു ഫ്രൈയിങ് പാനിലേക്ക് എണ്ണ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നമുക്കിങ്ങനെ ഇതെല്ലാം കറക്റ്റായിട്ട് ഇങ്ങനെ അടുക്കി വെക്കാൻ വേണ്ടി പറ്റും. എണ്ണ ഒന്ന് നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് നമുക്ക് ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് സമയമിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ തന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ചിരുന്നാൽ മതിയാവും. ഒരുപാട് ഫ്ലെയിം കുറച്ച് വെക്കാൻ വേണ്ടി നിൽക്കരുത്. ഇതിൻ്റെ ഒരു സൈഡൊന്ന് നല്ലതുപോലെ മൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. നമ്മൾ ബ്രെഡ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് പ്രത്യേകിച്ച് ഒന്നും നമുക്ക് ആവശ്യമായിട്ടില്ല. അങ്ങനെ വേണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഒരു ടൊമാറ്റോ സോസോ അല്ലാന്നുണ്ടെങ്കിൽ മയനൈസും ടൊമാറ്റോസും കൂടി മിക്സ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ചൂട് ചായ മാത്രം മതിയാകും കേട്ടോ. രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് ക്രിസ്പി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ച് സമയം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇങ്ങനെ കളറൊക്കെ മാറ്റിയെടുക്കാം. പക്ഷേ ഇത് ഇപ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ഈ ഒരു രീതിക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേണമെങ്കിൽ 2 ബ്രെഡ് വെച്ച് തയ്യാറാക്കാം, അല്ലെങ്കിൽ ഒരൊറ്റ ബ്രെഡിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. നല്ലതുപോലെ ഒരുപാട് ക്രിസ്പി ആയിട്ട് കറുമുറാന്നിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ബ്രെഡിൽ നമുക്ക് ചെയ്തെടുക്കാം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസ് കാണുമ്പോഴും അത് വായിക്കുമ്പോഴും തന്നെയാണ് ഏറ്റവും വലിയ പ്രചോദനം ഉണ്ടാകുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുത്തേക്കണം. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.